നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഹേമ കമ്മീഷൻ പ്രതിക്കൂട്ടിൽ മന്ത്രി കെ ബി ഗണേഷ് കുമാറും എന്ന ആരോപണം വരുന്നു. സർക്കാർ റിപ്പോർട്ട് പിടിച്ചുവെച്ചത് എന്തിന് എന്നതിന്റെ ഉത്തരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മലയാള സിനിമാ രംഗത്തുള്ള താരങ്ങളെ ദ്രോഹിക്കുന്ന മാഫിയ സംഘത്തിൽ മന്ത്രി കെ ബി ഗണേഷ് കുമാറുമെന്ന് സൂചന. ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലാണ് ഇതുമായി ബന്ധപ്പെട്ട സൂചനകളുള്ളത്. സിനിമാ മേഖലയിൽ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് തുറന്നു പറയാൻ തയ്യാറായവരെ എല്ലാ വിധത്തിലും ദ്രോഹിക്കും. പീഡനം മൂലം സിനിമ വിട്ട് ടെലിവിഷൻ സീരിയലിൽ അഭിനയിക്കാൻ ശ്രമിച്ച് നടന് അവിടെയും വിലക്കുണ്ടായി. ടെലിവിഷൻ മിനി സ്ക്രീനിൽ പ്രവർത്തകരുടെ സംഘടനയായ ആത്മയുടെ പ്രസിഡന്റ് ഇതിനായി ശ്രമിച്ചുവെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. കെ ബി ഗണേഷ് കുമാർ ആയിരുന്നു ആത്മയുടെ പ്രസിഡന്റ്. റിപ്പോർട്ട് പുറത്തു വരാതെ 4 വർഷം സർക്കാർ പിടിച്ചുവച്ചത് എന്തിന് എന്നതിന്റെ ഉത്തരം കൂടിയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അവസരങ്ങൾക്കായി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്തവരെ സിനിമയിൽ നിന്ന് പുറത്താക്കാൻ വലിയ മാഫിയ സംഘം തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. സിനിമാ മേഖലയിൽ വ്യാപകമായ ലൈംഗിക ചൂഷണം നടക്കുന്നു. വഴിവിട്ട കാര്യങ്ങൾ ചെയ്യാൻ നിർബന്ധിക്കും എന്നിങ്ങനെയും സൂചനയുണ്ട്. മലയാള സിനിമാ സംവിധായകരും നടന്മാരും പ്രൊഡ്യൂസേഴ്സും അടങ്ങുന്ന ഒരു കൂട്ടം പുരുഷന്മാരുടെ ആധിപത്യത്തിലാണ് മാഫിയ എന്ന് വിശേഷിപ്പിക്കുന്ന ഇവർക്കെതിരെ ശബ്ദിക്കുന്ന എല്ലാവരുടെയും കരിയർ ഇല്ലാതാക്കാൻ പ്രാപ്തിയുള്ളവരുമാണ്. എത്ര കഴിവുറ്റ കലാകാരന്മാരാണെങ്കിലും അവരെ നിയമവിരുദ്ധമായി സിനിമയിൽ നിന്ന് ബഹിഷ്കരിക്കാൻ ഇവർക്ക് സാധിക്കുന്നുമുണ്ട്. സ്ത്രീകളോ പുരുഷന്മാരോ ഈ പവർ ഗ്രൂപ്പിനെതിരെ ഒരക്ഷര ശബ്ദിക്കാൻ ധൈര്യപ്പെടുന്നുമില്ല. അങ്ങനെ ആരെങ്കിലും ധൈര്യപ്പെട്ടാൽ അവർ മലയാള സിനിമയിൽ നിന്ന് തുടച്ചു നീക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതിക്രമങ്ങൾക്കെതിരെ ആരും പോലീസിൽ പരാതിപ്പെടുന്നില്ല. പരാതിപ്പെട്ടാൽ പ്രത്യാഘാതം ഗുരുതരമായിരിക്കും. ഈ നടിമാരുടെ കുടുംബങ്ങളെ പോലും കുറ്റക്കാർ വെറുതെ വിടില്ല. അതുകൊണ്ട് തന്നെ പ്രശ്നക്കാരി എന്ന് തോന്നുന്ന നടിമാരെ പിന്നെ സിനിമയിലേക്ക് വിളിക്കില്ല എന്നും ഹേമ കമ്മീഷൻ പറയുന്നുണ്ട്. രാത്രി നടിമാരുടെ മുറിയിൽ തട്ടുന്നു എന്നാണ് മറ്റൊരു ആരോപണം ഉയർന്നത്. മലയാളം നടിമാർ നേരിടേണ്ടി വന്ന ക്രൂരതകൾ തുറന്നുകാട്ടി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അവസരം ലഭിക്കാൻ നടിമാർ വഴങ്ങിക്കൊടുക്കേണ്ടി വരുന്നു എന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലിലാണ് ഉള്ളത്. രാത്രിയിൽ മുറിയുടെ വാതിൽ തട്ടുന്നു, വഴങ്ങിയില്ലെങ്കിൽ ഭാവി നശിപ്പിക്കും. പലരും സഹിക്കുന്നത് ഒറ്റപ്പെടുന്നത് പേടിച്ചാണ്. വനിതാ നിർമ്മാതാക്കളോട് നടന്മാർ അപമാനിക്കുന്നു, നടിമാർ ആക്രമിക്കപ്പെട്ട ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും പറയുന്നുണ്ട് ഈ റിപ്പോർട്ടിൽ. രാത്രിയിൽ വാതിൽ മുട്ടുന്ന നടന്മാരെ കുറിച്ചുള്ള പരാമർശം നടൻ മുകേഷിനെതിരായി നേരത്തെ ഉയർന്ന ആരോപണം വീണ്ടും ചർച്ചയിൽ കൊണ്ടുവന്നിരിക്കുന്നു. മുകേഷിനെതിരെ ലൈംഗിക ആരോപണവുമായി വനിതാ സംവിധായികയായിരുന്നു രംഗത്ത് വന്നത്. മുംബൈ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന കാസ്റ്റിംഗ് ഡയറക്ടർ ടെസ് ജോസഫാണ് മുകേഷ് തന്നോട് മോശമായി പെരുമാറിയ വിവരം ട്വിറ്ററിലൂടെ വെളിപ്പെടുത്തിയത്. കോടീശ്വരൻ എന്ന ടെലിവിഷൻ പരിപാടിയുടെ ഷൂട്ടിങ്ങിനിടെയാണ് മുകേഷ് തന്നോട് മോശമായി പെരുമാറിയതെന്നാണ് ടെസ് പറയുന്നത്. അന്ന് മുകേഷ് താമസിച്ചിരുന്ന ഹോട്ടൽ റൂമിനടുത്തേക്ക് തന്നോട് താമസം മാറാൻ ആവശ്യപ്പെട്ടിരുന്നതായും പലതവണ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് അന്നത്തെ തന്റെ ചാനൽ മേധാവിയും തൃണമൂൽ നേതാവുമായ ഡെറക് ഒബ്രവിനോട് പറഞ്ഞിരുന്നുവെന്നും അദ്ദേഹം അടുത്ത ഫ്ലൈറ്റ് പിടിച്ചെന്ന് തന്നെ രക്ഷിക്കുമായിരുന്നുവെന്നും കൊൽക്കത്ത സ്വദേശിയായ ടെസ് പറഞ്ഞിരുന്നു. ദേശീയ തലത്തിൽ പല പ്രമുഖർക്കെതിരെയും മീറ്റു ക്യാമ്പയിനിൽ ലൈംഗിക അതിക്രമങ്ങൾ വെളിപ്പെടുത്തുന്നതിനിടെയാണ് മുകേഷിനെതിരായ ആരോപണവും വന്നത്. ഏതായാലും സിനിമാ മേഖലയിൽ ഏതാണ്ട് ഒട്ടുമിക്ക ആൾക്കാരും ഇങ്ങനെയാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് വരുന്നത്.